എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, ഇപ്പോൾ അത്യാവശ്യം യുദ്ധത്തിൽ ഇറാനെ അടി വാങ്ങുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തന്മാർ പോസ്റ്റ് ഇടുകയാണ്, കണ്ട ഇസ്രായേലിൽ കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ഇപ്പോൾ ഇറാനെ തകർത്ത് തരിപ്പടാക്കാൻ പോവുകയാണെന്നൊക്കെ. സത്യമാണ്, ഇറാന് തകരാൻ പോകുന്നത് തന്നെയാണ്. പക്ഷെ എന്താ അറിയോ, അവർ ആണുങ്ങളെപ്പോലെ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് വെല്ലുവിളിച്ചിട്ട് ഇപ്പോഴും പൊരുതി കൊണ്ടിരിക്കുന്നത്. ഇവന്മാരാണും പെണ്ണും കേട്ടവന്മാർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായത്തിന് പല രാജ്യത്തെയും വിളിക്കണം. അയ്യോ ഞങ്ങളിവിടെ ഇട്ട് തകർക്കാണേ, ഓടി വരികയെ. ലോക പോലീസ് ചമയുന്നവന്മാരാ. ഒറ്റയ്ക്ക് പൊരുതാൻ ഇവന്മാർക്ക് കഴിവില്ല. ഇറാനിൽ കയറി ചൊറിഞ്ഞ് തന്നെ അവർ 2 ദിവസം കൊണ്ട് പണി തുടങ്ങിയതാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ മറ്റുള്ള ഒരു 7-6 രാജ്യങ്ങൾ, അമേരിക്ക, ബ്രിട്ടൻ, മറ്റുള്ള രാജ്യങ്ങളൊക്കെ കൂടി ചേർന്നുകൊണ്ടിട്ടാണ് അവരെ ചുറ്റി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? അത് ഒരു ആണത്തമില്ല. ഈ യുദ്ധത്തിൽ ഇറാന് തോറ്റാലും ആണുങ്ങളെപ്പോലെ ഒറ്റയ്ക്ക് പൊരുതിയാണ് തോറ്റത്. അതിലൊരു ആണത്തമുണ്ട്. ഇവന്മാര് ജയിച്ചാലും അതിലൊരു ആണത്തമില്ല. ആണും പെണ്ണും കെട്ട രീതിയിലേ ജയിച്ചിട്ടുള്ളൂ. ഇത് എന്തുകൊണ്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലവന്മാരുടെ കമന്റ് ഉണ്ട്, ഇസ്രായേൽ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ. ഒരു സംഭവമില്ല. ഈ ബാക്കിയുള്ള രാജ്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലോ ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അങ്ങനെ പണി കൊടുത്തിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാലേ, ഈ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകത്ത് എല്ലാ രാജ്യങ്ങളെപ്പോലും സമാധാനത്തോടു കൂടി ഭരണം കൊണ്ടുപോയി ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അതിൻ്റെ അകത്ത് കയറിയിട്ടാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ ഇവരെന്താ ആരോപിക്കുന്നത്? പണ്ട് ഇറാഖിൽ ആരോപിച്ച പോലെ എന്തു പറയുന്നു, അണുവായുധങ്ങൾ ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നു. എന്നിട്ട് ഈ ഇറാഖിൽ ഉണ്ടാക്കിയോ അവര് കണ്ടെത്തിയോ? ഒന്നുമില്ല. സെയിം ആരോപണം. എന്നിട്ട് അതിൻ്റെ അകത്ത് പോയിട്ട് ഞാൻ എണ്ണ ടാങ്ക് മൊത്തം എടുത്തോണ്ടോ, ഇവരെ പൈപ്പിട്ടത് മൊത്തം മൊത്തം കള്ളന്മാരാണ്. ആണും പെണ്ണും കെട്ടവന്മാരെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആണാണെങ്കിൽ ഒറ്റയ്ക്ക് പൊരുതണം. അവരൊരു രാജ്യത്തിനെയും വിളിച്ചിട്ടില്ല എന്നെ സപ്പോർട്ട് ചെയ്യ് വരൂ എന്ന്. അതായത് ധീരന് മരണം ഒന്നാണ്. മനസ്സിലായ? ധീരനല്ലാത്ത ആളുകൾ കോഴയ്ക്ക് മരിച്ചുകൊണ്ടേയിരിക്കും. 1000 മരണങ്ങളുണ്ടാവും. പക്ഷെ ധീരന് ഒറ്റ മരണം. അതാണ് ഇറാൻ.